85 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, അതിൽ 30 പുതുമുഖങ്ങൾ. പുതുമുഖങ്ങൾ നൽകുമോ CPIM-ന് പുതിയ മുഖം? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം CPIM ഇന്ത്യയിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. CPIM മാത്രമല്ല, ഇടതുപക്ഷം മുഴുവൻ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. അപ്പോഴാണ് വലിയൊരു മാറ്റം CPIM-ൽ ഉണ്ടാകുന്നത്. 6 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഒറ്റയടിക്ക് മാറുന്നത്. 75 പൂർത്തിയാക്കിയ 6 പേർ ആരൊക്കെയാണ്? പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, സുഭാഷ്ണി അലി, സൂര്യകാന്ത് മിശ്ര, മനിക് സർക്കാർ, G രാമകൃഷ്ണൻ. 6 PB അംഗങ്ങൾ ഒഴിവായി. പുതിയ PB അംഗങ്ങൾ വരികയും ചെയ്യുന്നു. അവരൊക്കെ പുതുമുഖങ്ങളാണ് എന്ന് മാത്രമല്ല, താരതമ്യേന ചെറുപ്പക്കാരുമാണ്. ബിജു കൃഷ്ണൻ, അരുൺകുമാർ, മറിയൻ ധാവള, യുവാസുകി തുടങ്ങി പുതുതലമുറയിൽ നിന്ന് കൂടുതൽ പേർ PB അംഗങ്ങളാകുന്നു, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാകുന്നു. MA ബേബി ജനറൽ സെക്രട്ടറി ആകുന്നു. കേരളത്തിൽ നിന്ന് 3 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് പുതുതായി വന്നത്. TP രാമകൃഷ്ണൻ LDF കൺവീനറാണ്. പുത്രത്ത് ദിനേശൻ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതോടൊപ്പം തന്നെ KS അലീഖ. KS അലീഖയുടെ പേര് ആരും പറഞ്ഞതേയില്ല. ഒരു മാധ്യമങ്ങളിലും KS അലീഖയുടെ പേരുണ്ടായിരുന്നില്ല. എല്ലാവരും പറഞ്ഞത് മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റിയിലെത്തും എന്നാണ്. മന്ത്രി മുഹമ്മദ് റിയാസിനെ ചുറ്റിപ്പറ്റിയാണ് വാർത്തകൾ മുഴുവൻ നീങ്ങിയത്. അതിന് പിറകിൽ ഒരു ദുഷ്ടലാക്കുണ്ട്. മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റിയിലെത്തിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായതുകൊണ്ടാണ്, മകളുടെ ഭർത്താവായതുകൊണ്ടാണ്, മുസ്ലിം ആയതുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റിയിലെത്തിയത് എന്ന വലിയ പ്രചാരണം കേരളത്തിൽ നടത്തുമായിരുന്നു. അതിന് തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. അവരുടെ കുന്തമുനയാണ് ഒടിച്ചു കളഞ്ഞത് കേന്ദ്ര കമ്മിറ്റി. KS അലീഖയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ അപ്രതീക്ഷിതമായി എത്തിയത്. വനിതാ പ്രാതിനിധ്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ ഉണ്ടായിരുന്നില്ല. അപ്പോഴും TNC മേയുടെയും J മേഴ്സിക്കുട്ടിയമ്മയുടെയും ഒക്കെ പേരുകളാണ് പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ KS അലീഖ അപ്രതീക്ഷിതമായി കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയിരിക്കുന്നു എന്നതും ഈ കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. അതോടൊപ്പം 75 വയസ്സ് കഴിഞ്ഞ 6 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഒഴിവാകുമ്പോൾ പിണറായി വിജയന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇളവ് നൽകുന്നു. അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ തുടരുന്നു 75 വയസ്സ് കഴിഞ്ഞിട്ടും എന്നതും ഈ സമ്മേളനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. എന്ന് വെച്ചാൽ മധുരയിൽ ചേർന്ന CPIM-ന്റെ പാർട്ടി കോൺഗ്രസിൽ CPIM-ന് ഒരു പുതിയ മുഖം നൽകാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിൽ 15 വനിതകൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 19 മലയാളികളും കേന്ദ്ര കമ്മിറ്റിയിൽ അംഗങ്ങളായി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിർണായക ഇടപെടൽ നടത്താൻ കേരള ഘടകത്തിന് കഴിയും എന്നതാണ് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ മറ്റൊരു പ്രത്യേകത. കാരണം കേരളം ദേശീയ ബദലായി മാറിയിട്ടുണ്ട്. BJP സർക്കാരിനും മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് BJP സർക്കാരുകൾക്കും ഒരു ബദലായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, രാഷ്ട്രീയമായും ഒരു കെട്ടുറപ്പുള്ള മുന്നണിയെ ഒന്നിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കേരള പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ചെറിയ കാര്യമല്ല. അതുപോലെയുള്ള ഒരു മുന്നണി സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാകണം, മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകണം എന്നാണ് CPIM ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. എന്ന് വെച്ചാൽ കേരളത്തെ മാതൃകയാക്കി സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിർദ്ദേശം പാർട്ടി കോൺഗ്രസ് തന്നെ അംഗീകരിക്കുന്നു. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. അതാണ് കേരളം എവിടെ നിൽക്കുന്നു എന്നതിന്റെ ഉത്തരവും. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധിയിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, ഇടതുപക്ഷം തന്നെ വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ദുർബലമായിക്കൊണ്ടിരിക്കുന്നു ശബ്ദം, നേർത്തു വരുന്നു ശബ്ദം. വലിയ കടന്നാക്രമണം ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്നു. ഒരു ഭാഗത്ത് കോർപ്പറേറ്റുകൾ, മറുഭാഗത്ത് സംഘപരിവാർ, RSS, BJP ഇവരുടെ ഒന്നിച്ചുള്ള ആക്രമണമാണ് നടക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ ഒന്നും കഴിയാതെ പകച്ചു നിൽക്കേണ്ടി വരുന്ന ഇടതുപക്ഷത്തെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോഴും കർഷക തൊഴിലാളി സമരങ്ങൾ, മുന്നേറ്റങ്ങൾ നടത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. അതിൻ്റെ മുൻപന്തിയിൽ CPIM നേതാക്കൾ ഉണ്ട് എന്നതും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് സാധ്യതയുണ്ട്, ഇടതുപക്ഷത്തിന് ഭാവിയുണ്ട്. അത് ഫലപ്രദമായി ഉപയോഗിക്കണമെങ്കിൽ പുതുരക്തം, പുതുചിന്ത CPIM-നകത്തേക്ക് വരണം.
അതിന് ബോധപൂർവമായ ഒരു കളമൊരുക്കാൻ പാർട്ടി കോൺഗ്രസിന് മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിന് കഴിഞ്ഞു എന്നതാണ് CPIM-ന്റെ മധുര പാർട്ടി കോൺഗ്രസ് മറ്റ് പാർട്ടി കോൺഗ്രസുകളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്. ഇത്രയും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നു, വനിതകൾക്ക് അവസരം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ PB-യിൽ യുവമുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു. MA ബേബി CPIM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുന്നു എന്ന് വെച്ചാൽ ചിന്തകളിലും പ്രവൃത്തിയിലും ഒരു പുതിയ കാലം CPM-ന് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ പുതുമുഖങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു പുതിയ മുഖം CPM-ന് കൊടുക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അത് കൊടുക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് പാർട്ടി കോൺഗ്രസ് പിരിയുന്നത്.